9ാം ക്ലാസ്സിലെ കുട്ടികളെ നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തു. നമ്മൾ ഇന്ന് പഠിക്കാൻ നമ്മൾ കഴിഞ്ഞ ഒരു ചാപ്റ്റർ നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ 2ാമത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. 2ാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കേണ്ടത് നിങ്ങൾക്കറിയാം, കെമിക്കൽ ബോണ്ടിങ്, മലയാളത്തിലെ രാസബന്ധനം. എന്താണ് കെമിക്കൽ ബോണ്ടിങ്, രാസബന്ധനം എന്ന് പഠിക്കണം. നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകം കാണും. പുസ്തകത്തിൽ കിടക്കുന്ന അവിടെ ഒരു 4 ക്വസ്റ്റ്യൻ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. എന്താണ് 4 ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഒന്ന്, ഹൗ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ. 2, വൈ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ. 3, ഡു ആറ്റംസ് ആൾവേസ് കമ്പൈൻ ടു ദി സെയിം മാനർ. 4ാമത്തെ അവിടെ ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്, ഹൗ ആർ ദി ആറ്റംസ് ഇൻ മോളിക്യൂൾസ് ഹെൽഡ് ടുഗദർ. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ് നമുക്ക് തുടർന്ന് നമ്മൾ പഠിക്കേണ്ടത്. ആദ്യം നോക്കുക, ഹൗ ഡു ആറ്റംസ് കമ്പൈൻ ടുഗദർ. ആറ്റങ്ങൾ എങ്ങനെയാണ് സംയോജിക്കുന്നത്? വൈ ഡു, എന്തിനാണ്, എങ്ങനെ, എന്തിന്. അപ്പോൾ ആറ്റങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലും പഠിച്ചിട്ടുണ്ട്. ആറ്റങ്ങൾ ചേരുമ്പോൾ, ആറ്റങ്ങൾ തമ്മിൽ ഒരേ ആറ്റങ്ങൾ ചേർന്നാൽ എലമെൻറ്റ് മോളിക്യൂള്, അതായത് മൂലക തന്മാത്രയും, വ്യത്യസ്ത ആറ്റങ്ങൾ, ഡിഫറൻറ്റ് ആറ്റംസ് തമ്മിൽ ചേർന്നാൽ നമുക്കറിയാം അത് കോമ്പൗണ്ടാണ്. അങ്ങനെ 2 തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ 8ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. മൂലക തന്മാത്രയും സംയുക്തത്തിൻ്റെ തന്മാത്രയും. മൂലകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ചത് ഒരേ ആറ്റങ്ങൾ ചേർന്ന് വരുന്നത് മൂലക തന്മാത്രയും, വ്യത്യസ്ത ആറ്റങ്ങൾ ചേർന്ന് വരുന്നാൽ സംയുക്തത്തിൻ്റെ തന്മാത്രയും. അപ്പോൾ ഈ ഒരേ ആറ്റത്തിൻ്റെ തന്മാത്ര, വ്യത്യസ്ത ആറ്റത്തിൻ്റെ തന്മാത്ര, ഇതെങ്ങനെയാണ് സംയോജിക്കുന്നത്? ഈ അധ്യായത്തിൽ അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ചോദിച്ചത്. ഒരു ക്വസ്റ്റ്യൻ അതാണ് ഹൗ ഡു ആറ്റംസ് കമ്പൈൻസ് ടുഗദർ. എങ്ങനെയാണ് ആറ്റങ്ങൾ ഇവ തമ്മിൽ ചേരുന്നത്? ഇത് രസകരമായ ക്വസ്റ്റ്യൻ, ആലോചിച്ച് നോക്കി. ആറ്റങ്ങൾ എന്തിനാണ്, വൈ ഡു, എങ്ങനെയാണ്, എന്തിനാണെന്നൊക്കെയാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ. എന്തിനാണ് ആറ്റങ്ങൾ തമ്മിൽ ചെയ്യുന്നത്? ഇതിൻ്റെ ആൻസറാണ് നമ്മൾ ഈ അധ്യായത്തിൽ നമ്മൾ കൊടുക്കേണ്ടത്. എങ്ങനെയാണ്, എന്തിനാണ്, ന്യായമായ ഒരു ചോദ്യമാണ്. പിന്നെ എല്ലാ ആറ്റങ്ങളും സംയോജിക്കുന്നത് ഒരേപോലെ ആണോ? 3ാമത് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, അതായത് ഒരേ രീതിയിലാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ? ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, ഈ എന്തിനാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ആൻസർ അവിടെ ഉണ്ട്. സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. ആറ്റങ്ങൾക്ക് സ്ഥിരതയില്ല, സ്റ്റെബിലിറ്റി ഇല്ല ആറ്റങ്ങൾക്ക്. എല്ലാ ആറ്റങ്ങളുമല്ല, സ്ഥിരത ഉള്ള ആറ്റങ്ങളുണ്ട്, സ്റ്റെബിലിറ്റി ഉള്ള ആറ്റങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് പറയുന്നുണ്ട്. നമുക്കുള്ള പീരിയോഡിക് ടേബിൾ നമ്മൾ എടുത്താൽ 18ാമത്തെ ഗ്രൂപ്പാണ് അലസവാതകങ്ങൾ. അലസവാതകങ്ങൾ എന്ന് പറയുന്ന കുറച്ച് മൂലകങ്ങളുണ്ട് നിങ്ങളുടെ പുസ്തകത്തിലുണ്ട്. ആരൊക്കെയാണെന്ന്? ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഒരിക്കൽ കൂടി, ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഇത്രയുമാണ് അലസവാതകങ്ങൾ. ഉത്കൃഷ്ടവാതകങ്ങൾ എന്നൊക്കെ പറയുന്ന, അതായത് ഇനേർട്ട് എലമെന്റ്, ഇനേർട്ട് ഗ്യാസ്, അലസവാതകങ്ങൾ. നിങ്ങളെ ഒരു പുസ്തകത്തിലൊരു പീരിയോഡിക് ടേബിൾ ഉണ്ട്. ആ ടേബിളിൽ നിങ്ങൾ എടുത്ത് അവസാനത്തെ ലൈൻ നോക്കുക, ലാസ്റ്റ് ഗ്രൂപ്പ് അവിടെ കൊടുത്തിട്ട്, പ്രത്യേകിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ. ഇത്രയും മൂലകങ്ങൾക്ക് മാത്രമേ സ്റ്റെബിലിറ്റി ഉള്ളൂ, സ്ഥിരതയുള്ളൂ. അപ്പം പിന്നെ എങ്ങനെയാണ് ഈ സ്ഥിരത? മറ്റു മൂലകങ്ങൾക്കൊന്നും മറ്റു മൂലകങ്ങളുടെ ആറ്റങ്ങൾക്ക് എന്തുകൊണ്ട് സ്ഥിരതയില്ല? നമുക്ക് ഇത് ന്യായമായ ഒരു കാര്യങ്ങളാണ്. കുറച്ചു പേര് സ്ഥിരതയുള്ളവർ, കുറച്ചു പേര് സ്ഥിരതയില്ലാത്തവർ. ഈ സ്ഥിരത കിട്ടുന്നത് ആർക്കാണ് സ്ഥിരത കിട്ടാത്തത്? ഇത് നിങ്ങളുടെ പുസ്തകമുള്ളവർ മറിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഈ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ, ഇതിൻ്റെ അറ്റോമിക് നമ്പരും ഇലക്ട്രോൺ വിന്യാസവും നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ആ ഇലക്ട്രോൺ വിന്യാസം നിങ്ങൾ എല്ലാവരും ഒന്ന് നോക്കിയാൽ, നിങ്ങൾക്ക് പുസ്തകം കയ്യിലുള്ളവരൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇലക്ട്രോൺ വിന്യാസം, നമ്മളിങ്ങനെ ഓരോ ഷെല്ലിലെ ഇലക്ട്രോണുകളെ നമ്മൾ മാറ്റി എഴുതുമ്പോൾ അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുണ്ട്. അപ്പോൾ ഇങ്ങനെ ഔട്ടർ മോസ്റ്റ്, ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉള്ള ആ കൂട്ടുകെട്ടിനെ വിളിക്കുന്ന പേര് അഷ്ടക ഇലക്ട്രോൺ ക്രമീകരണം എന്നാണ്. ഇംഗ്ലീഷിൽ ഓക്ടക്സ് ഇലക്ട്രോൺ അറേഞ്ച്മെൻറ്റ്. അഷ്ടക ഇലക്ട്രോൺ ക്രമീകരണം, ഇത് അറേഞ്ച്മെൻറ്റ് ഓഫ്
8 electrons in the outermost shell of atoms is called octet electron configuration എന്ന് പറയും. ബാഹ്യതമ ഷെല്ലിൽ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുടെ കൂട്ടുകെട്ടിനെ എന്താ വിളിക്കുക? അഷ്ടക സംവിധാനം, അഷ്ടക ക്രമീകരണം, ഇലക്ട്രോൺ വിന്യാസം എന്നൊക്കെ പറയും. അപ്പോൾ ഇലക്ട്രോൺ വിന്യാസം നമ്മൾ എഴുതുമ്പോൾ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ ആ ആറ്റങ്ങൾക്കെല്ലാം സ്ഥിരതയുണ്ട്. അങ്ങനെയുള്ള ആറ്റങ്ങൾ രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നില്ല, രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നില്ല, അതിന് അങ്ങനെ ഏർപ്പെടേണ്ട ആവശ്യമില്ല, അതിന് സ്ഥിരത കൈവരിച്ചു കഴിഞ്ഞു. അങ്ങനെയുള്ള എലമെൻ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഒരു കോളത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പ്രതീകം ഉണ്ടാകും, പേരുകളുണ്ടാകും, ഇലക്ട്രോൺ വിന്യാസം ഉണ്ടാകും. അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ല് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. ആ ഇലക്ട്രോൺ വിന്യാസം എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് സ്ഥിരതയുണ്ട്, അതായത് സ്റ്റെബിലിറ്റി ഉണ്ട്, അത് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? ബാക്കി മൂലകാറ്റങ്ങൾക്കൊന്നും എന്തില്ല? സ്ഥിരതയില്ല. അതിൻ്റെ അർത്ഥം ഔട്ടർ മോസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഇല്ല? 8 ഇലക്ട്രോൺ ഇല്ല. അതും നിങ്ങളുടെ പുസ്തകത്തിൽ കുറച്ച് എലമെൻറ്റിൻ്റെ ഇലക്ട്രോൺ വിന്യാസം കൊടുത്തിട്ടുണ്ട്. ഞാൻ വേണമെങ്കിൽ 1-2 ഞാൻ ഇവിടെ എഴുതിയിട്ട് പറഞ്ഞു. അപ്പം നമുക്ക് ഉദാഹരണം മെഗ്നീഷ്യം നോക്കാം. മെഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12. അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം നോക്കിയാൽ 282. കണ്ടോ? ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഇല്ല. സോഡിയം നോക്കുക. സോഡിയം 11, അറ്റോമിക് നമ്പർ 11. അപ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ 281, ഔട്ടർ മോസ്റ്റിൽ 8 ഇല്ല. ക്ലോറിൻ Cl, ക്ലോർ നോക്കിയ 17, 17, 287. കണ്ടോ? 8 ഇല്ല. ഓക്സിജൻ നോക്കിയ 8 ആണ്. ഓക്സിജൻ 26. കണ്ടോ? 26 ഇല്ല. നിങ്ങൾ ഏത് എലമെൻ്റ് എടുത്ത് എഴുതിയാലും ഔട്ടർ മോസ്റ്റ് 8 ഇല്ല. അപ്പോൾ 8 ഇല്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ മൂലകാറ്റത്തിന് സ്ഥിരതയില്ല. അപ്പോൾ പീരിയോഡിക് ടേബിളിൽ നമ്മൾ അറിയപ്പെടുന്ന മൂലകങ്ങളിൽ സ്ഥിരതയുള്ളത് ആർക്കും മാത്രം? ഉത്കൃഷ്ടവാതകങ്ങൾക്ക്, ഇനേർട്ട് ഗ്യാസസിന് മാത്രം, അലസവാതകങ്ങൾക്ക് മാത്രം. അതിന് മാത്രമേ. അത് ആരൊക്കെ എന്നിപ്പോൾ ചോദിച്ചാൽ ഒന്ന് അറിഞ്ഞിരിക്കുക. ആരൊക്കെയാണ് ഈ അലസവാതകങ്ങൾ? ഹീലിയം, നിയോൺ, ആർഗൺ. ഇപ്പോൾ നിയോൺ, ആർഗണൊക്കെ, നിയോണിൻ്റെ അറ്റോമിക് നമ്പർ നോക്കി. നിയോൺ 10, 2H. ആർഗൺ AR നോക്കിയേ 18, 2H8. കണ്ടോ? അപ്പോൾ ഇവിടെ എല്ലാം 8 ഉണ്ട്. അപ്പോൾ 8 ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സ്റ്റെബിലിറ്റി ഉണ്ട്, സ്ഥിരതയുണ്ട്. അതാണ് ഞാൻ അത്രയും മൂലകങ്ങളുടെ പേരുകൾ പഠിച്ചു വയ്ക്കുക. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ഇനി ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ ശ്രദ്ധിക്കുക. ഹീലിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 2 ആണ്. അപ്പോൾ അപ്പം നിങ്ങൾക്ക് ന്യായമായിട്ടൊരു ചോദ്യം അവിടെ നിങ്ങൾക്കുണ്ടാവും. സാർ, ഈ അലസവാതകങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും പുറത്ത് 8 വേണമെന്നാണ്. അപ്പോൾ സ്ഥിരത വേണമെങ്കിൽ 8 ഇലക്ട്രോൺ ഏറ്റവും പുറത്ത് വേണം. പിന്നെ എങ്ങനെയാണ് സാറേ ഈ ഹീലിയം ഇതിൻ്റെ പട്ടികയിൽ വന്നത്? ഹീലിയത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകതയുണ്ട്. അറ്റോമിക് നമ്പർ 2 ആകുമ്പോൾ കെ ഷെല്ല് കംപ്ലീറ്റ് ചെയ്യണം. ഈ 2 ഇലക്ട്രോണ് കെ ഷെല്ലാണ്. 2 ഇലക്ട്രോൺ കെ ഷെല്ലിലേക്ക് പോവുകയാണ്. അപ്പോൾ ആദ്യത്തെ ഷെല്ല് കെ ഷെല്ല് പൂർണ്ണമാകുകയാണ്. കെ ഷെല്ല് പൂർണ്ണമാകുന്നത് കൊണ്ട് ആ ക്രമീകരണം മതി ഹീലിയത്തിനെ സ്ഥിരതയുള്ളതാക്കി മാറ്റാം. ആ ഒരു ഷെല്ല് അങ്ങ് കംപ്ലീറ്റ് ആവുകയാണ്. കെ ഷെല്ല് പൂർത്തീകരിക്കുക. അപ്പോൾ കെ ഷെല്ല് കംപ്ലീറ്റ് ആയതുകൊണ്ട് ഹീലിയത്തിനെ കൂടെ സ്ഥിരതയുള്ള പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഹീലിയത്തിന് 8 ഇലക്ട്രോണിൻ്റെ ആവശ്യമില്ല. 8 ഇലക്ട്രോൺ ഇല്ല അവിടെ. 2 ഇലക്ട്രോണേ ഉള്ളൂ. 2 ഇലക്ട്രോൺ കെ ഷെല്ലിലാണ്. കെ ഷെല്ല് കംപ്ലീറ്റ് ആകും. അതോടുകൂടി ആ മൂലകവും സ്ഥിരതയുള്ള മൂലകങ്ങളുടെ പട്ടികയിൽ വരും. അതാണ് ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനോൺ, റെഡോൺ. ബാക്കി എല്ലാവർക്കും ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോൺ. നിങ്ങൾ ആ പട്ടിക നിങ്ങൾ നോക്കുമ്പോൾ അറിയാൻ സാധിക്കും. ഹീലിയത്തിന് മാത്രമേ 8 ഇല്ലാതെ ഉള്ളൂ, 2 ഉള്ളൂ. ബാക്കി എല്ലാവർക്കും 8 വെച്ച് കറക്റ്റായിട്ട് ഉണ്ടാകും. ഇതാണ് നമുക്ക് അവിടെ നമ്മൾ പ്രധാനം മനസ്സിലാക്കേണ്ടത്. മറ്റ് നിങ്ങൾ ഏത് മൂലകങ്ങൾ എടുത്താലും എല്ലാം. അതാണ്. അപ്പോൾ ഞാൻ ഇവിടെ മെഗ്നീഷ്യം ഏറ്റവും പുറത്ത് 2,
സോഡിയം ഏറ്റവും പുറത്ത് 1, ക്ലോറിൻ 7, ഓക്സിജൻ 6. ഇങ്ങനെ ഏത് മൂലകം നിങ്ങൾ എടുത്താലും, ഇപ്പം നൈട്രജൻ നിങ്ങൾ എടുത്താലും നൈട്രജൻ്റെ അറ്റോമിക് നമ്പർ 725 കണ്ടോ. ഏത് മൂലകം നിങ്ങൾ എടുത്തിട്ട് ഇലക്ട്രോൺ വിന്യാസം എഴുതിയാലും അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ ഔട്ടർ മോസ്റ്റിൽ 8 ഇലക്ട്രോൺ വരില്ല. 1, 2, 3, 4, 5, 6, 7 വരച്ച് നിൽക്കും. ഇങ്ങനെ 8 ഇലക്ട്രോണുകളുടെ ക്രമീകരണത്തിന് വിളിക്കുന്ന പേരാണ് അഷ്ടക സംവിധാനം. അഷ്ടക ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയും. നമ്മളത് ഇംഗ്ലീഷിൽ ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഒക്ടറ്റ് ഇലക്ട്രോൺ ക്രമീകരണമാണ്. നമ്മളത് പുസ്തകത്തിൽ ഡെഫിനിഷൻ കിടപ്പുണ്ട്. പുസ്തകത്തിൽ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇത് അറേഞ്ച്മെന്റ് ഓഫ് 8 ഇലക്ട്രോൺസ് ഇൻ ദി ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആറ്റം ഈസ് കാൾഡ് എന്താ, ഒക്ടറ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. പഠിച്ചു, അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അപ്പോൾ ആ ടേബിൾ കിടക്കുന്ന നിങ്ങളെ രീതിയൊക്കെ പിടികിട്ടിരിക്കും. അപ്പോൾ ഇനി ഈ സ്ഥിരതയില്ലാത്ത ഈ ആറ്റങ്ങൾക്ക് സ്ഥിരത കിട്ടണം. അതാണ് ഇവിടെ നമ്മൾ എന്തിനാണ് ആറ്റങ്ങൾ തമ്മിൽ ചേരുന്നത്? ന്യായമായൊരു ചോദ്യമാണ്. എന്തിനാണ് ചേരുന്നത് ചോദിച്ചാൽ എന്തിനാണ്? സ്ഥിരതയ്ക്ക് വേണ്ടിയാണ്. ഒറ്റ ആൻസറേ ഉള്ളൂ, സ്ഥിരതയ്ക്ക് വേണ്ടിയാണ് ഒരാറ്റം വേറൊരു ആറ്റവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഒരു മൂലകത്തിൻ്റെ ആറ്റം മറ്റൊരു മൂലകത്തിൻ്റെ ആറ്റവുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് സ്ഥിരതയ്ക്ക് വേണ്ടി മാത്രമാണ്. അത് സ്ഥിരതയില്ലാത്ത മൂലകങ്ങളാണ് ഇങ്ങനെ പങ്കെടുക്കുന്നത്. സ്ഥിരതയുള്ള ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സിനർ, റെഡോൺ ഒന്നും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല. അതിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ഇലക്ട്രോണുകളുണ്ട്. അപ്പം ബാക്കി മൂലകങ്ങളെല്ലാം രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കും. അങ്ങനെ പങ്കെടുക്കുമ്പോഴാണ് ഒരേ ഇനം ആറ്റങ്ങൾ ചേർന്നാൽ അത് മൂലക തന്മാത്രയായിട്ട് മാറും. വ്യത്യസ്തമായ ആറ്റങ്ങൾ ചേർന്നാൽ അത് സംയുക്തത്തിൻ്റെ തന്മാത്രയായിട്ട് മാറും. ഇങ്ങനെ സംയോജിക്കുന്നത് നിങ്ങളുടെ പുസ്തകത്തിൽ 2 തരത്തിൽ ആണ് നിങ്ങളുടെ പുസ്തകത്തിൽ സംയോജന ക്രമം കൊടുത്തിരിക്കുന്നത്. ബന്ധനമാണ്. ഒന്ന് അയോണിക് ബോണ്ടിങ്, അയോണിക ബന്ധനവും രണ്ടാമത്തത് സഹസംയോജക ബന്ധനം, അയോണിക് ബോണ്ടിങ്. ഈ അയോണിക് ബോണ്ടിങ്ങിന് നിങ്ങൾക്ക് 1-2 ഉദാഹരണങ്ങളോട് കൂടിയാണ് നിങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നത്. ഒന്നാമത് നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് സോഡിയം ക്ലോറൈഡാണ്, NaCl. സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ്? ഇതിൽ 2 പേരുണ്ട്, സോഡിയം ആറ്റവും ക്ലോറിൻ ആറ്റവും. സോഡിയത്തിനും സ്ഥിരതയില്ല, ക്ലോറിനും സ്ഥിരതയില്ല, 2 പേർക്കും സ്ഥിരതയില്ല. സോഡിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 11, 281. ക്ലോറിൻ്റെ അറ്റോമിക് നമ്പർ 17, 287. കണ്ടോ, 2 പേർക്കും ഇവിടെ ഔട്ടർ മോസ്റ്റ് 8 ഇല്ല. അപ്പോൾ 8 ഇല്ലാത്ത സ്ഥിതിക്ക് 2 പേർക്കും സ്ഥിരത കൈവരിക്കണം. സോഡിയം ആറ്റത്തിനും സ്ഥിരത കിട്ടണം, ക്ലോറിനും സ്ഥിരത കിട്ടണം. 2 പേരുടെയും ഇലക്ട്രോൺ വിന്യാസം ഞാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചു നോക്കുക. അറ്റോമിക് നമ്പർ 11, 281, ക്ലോറിൻ 17, 287. ഇനി സ്ഥിരത കിട്ടണമെങ്കിൽ ഇനി 7 ഇലക്ട്രോൺ വേണം സോഡിയത്തിന്. ക്ലോറിൻ ആണെങ്കിൽ ഇനി 1 ഇലക്ട്രോൺ വേണം. അപ്പോൾ ഇവിടെ സോഡിയത്തിന് ഉള്ള മുൻപിലുള്ള മാർഗം എന്താണ്? ഒന്നുകിൽ 7 ഇലക്ട്രോൺ സ്വീകരിക്കണം, അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തണം. ക്ലോറിൻ ആണെങ്കിലോ ഒന്നുകിൽ ഈ 7 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ 1 ഇലക്ട്രോണിനെ സ്വീകരിക്കണം. അപ്പോൾ ഈ 2 പേര് തമ്മിൽ എന്ത് അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഏർപ്പെടുക എന്ന് പറഞ്ഞാൽ ഇവിടെ സംഭവിക്കുന്നത്, നമ്മളെ ബോർ മോഡൽ അനുസരിച്ചുള്ള ഒരു ചിത്രം നിങ്ങളുടെ പുസ്തകത്തിനകത്ത് കിടപ്പുണ്ട്. ബോർ മോഡലിൽ ഇങ്ങനെ നമുക്ക് സോഡിയത്തിൻ്റെ ബോർ മോഡൽ വരയ്ക്കുമ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ മധ്യഭാഗത്ത് ന്യൂക്ലിയസ് കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസിന് ചുറ്റി 3 ഷെല്ല് വരയ്ക്കണം. ഇതാണ് നിങ്ങളുടെ പുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന പടം. 3 ഷെല്ല്, K ഷെല്ല്, അടുത്ത L ഷെല്ല് വരയ്ക്കണം, അടുത്ത് M ഷെല്ല് വരയ്ക്കണം. ഇതാ. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം പ്രോട്ടോണിൻ്റെ എണ്ണം കൊടുക്കുക 11 കൊടുത്തു. ന്യൂട്രോണിൻ്റെ എണ്ണം നമുക്ക് അറിയില്ല. അറ്റോമിക് മാസ് തന്നാൽ നമുക്കിവിടെ ന്യൂട്രോണിൻ്റെ എണ്ണം എഴുതാമായിരുന്നു. പുസ്തകത്തിലില്ലാത്തതൊന്നും നമ്മൾ എഴുതുന്നില്ല. അപ്പോൾ 11 പ്രോട്ടോൺ, 11 ഇലക്ട്രോണിനെയാണ് ഓരോ ഷെല്ലിൽ മാറ്റുന്നത്. ഫസ്റ്റ് ഷെല്ലിൽ 2, ഒന്നാമത്തെ ഷെല്ല് 2 ഇലക്ട്രോൺ, K ഷെല്ല്. അടുത്തതിൽ H,
3 4 5 6 7 8. അടുത്തതിൽ 1 ഒറ്റ ഇലക്ട്രോണേ ഉള്ളൂ പ്ലസ്. സോഡിയം ആരുമായിട്ടാണ് ഏർപ്പെടുന്നത്? ഇതാണ് സോഡിയത്തിൻ്റെ ബോർ മോഡൽ. നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിൽ പഠിച്ചു. ബോർ മോഡൽ വരയ്ക്കുന്ന വിധമാണ് ബോർ മോഡൽ ഓഫ് ആറ്റംസ്. ബോർ മോഡലാണ് സോഡിയത്തിൻ്റെ. ക്ലോറിൻ്റെ ബോർ മോഡൽ എങ്ങനെയാണ് പഠിക്കുക? ആദ്യം ന്യൂക്ലിയസ്. ഇവിടെ 3 ഷെല്ലാണ്. ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല്, അടുത്ത ഷെല്ല് എൽ ഷെല്ല്, മൂന്നാമത്തെ ഷെല്ല് എന്താണ്? എം ഷെല്ല്. അത് നമ്മളിവിടെ വരച്ചു. ആദ്യം ഇവിടെയും പ്രോട്ടോണിൻ്റെ എണ്ണം 70 2 ഇലക്ട്രോൺ. അപ്പോൾ 2 3 4 5 6 7 8. രണ്ടാമത്തെ ഷെല്ല് 8, മൂന്നാമത്തെ ഷെല്ല് 7 2 3 4 5 6 7. ഓക്കെ, ഇവർ രണ്ടുപേരും കൂടെ ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുക. ഇവിടെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുമ്പോൾ എന്താ സംഭവിക്കുക നിങ്ങൾക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞു, സോഡിയത്തിന് ഒന്നുകിൽ ഈ 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തണം, അല്ലെങ്കിൽ ഇനി 7 സ്വീകരിക്കണം. 8 വേണം. ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 വേണം, കമ്പൽസറിയാണ്, ഉറപ്പാണ്. ഷെല്ല് സ്റ്റെബിലിറ്റി വേണമെങ്കിൽ 8 വേണം. ഇവിടെ ഒന്നിൽ 7 കളയണം, അല്ലെങ്കിൽ 1 സ്വീകരിക്കണം. അപ്പോൾ സ്യൂട്ടബിൾ മാർഗം എന്താണ്? ഇവൻ 7 സ്വീകരിക്കുന്നതിനേക്കാൾ നല്ലത് 1 വിട്ടുകൊടുക്കുന്നത് സോഡിയത്തിന്. 1 ക്ലോറിന്. കാരണം ഈ 1 ആവശ്യമുള്ള ഒരാളാണ് ക്ലോറിൻ. ആവശ്യക്കാരൻ ഇങ്ങനെ വെളിയിൽ നിന്ന് കറങ്ങുക. ഇലക്ട്രോൺ ആവശ്യം വിട്ടുകൊടുക്കാൻ ആളുണ്ട്, സ്വീകരിക്കാനുണ്ട്. എങ്ങനെയെങ്കിലും ഇവർക്ക് സ്റ്റെബിലിറ്റി പ്രാപിക്കണം. അപ്പോഴാണ് ക്ലോറിൻ സോഡിയത്തിനോട് സംയോജിക്കാൻ വേണ്ടി വന്നത്. സോഡിയം ക്ലോറിനുമായി ബന്ധനത്തിൽ ഏർപ്പെടാൻ, രാസബന്ധനത്തിൽ ഏർപ്പെടാൻ സംയോജിക്കാൻ വന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു രീതി എന്ന് പറഞ്ഞാൽ സോഡിയം 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുക. സോഡിയത്തിന് 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴുള്ള പടം നമ്മൾ ഇവിടെ വരയ്ക്കണം. അപ്പോൾ 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ ഇലക്ട്രോൺ വിന്യാസം എങ്ങനെ വരും? 2 ആണ്. അപ്പോൾ 2 8 വരുമ്പോൾ നമ്മൾ ആദ്യം കെ ഷെല്ല് വരയ്ക്കുന്നു. അടുത്ത് നമ്മൾ ന്യൂക്ലിയസ് കഴിഞ്ഞാൽ കെ ഷെല്ല് വരയ്ക്കുന്നു. അത് കഴിഞ്ഞാൽ അടുത്ത ഷെല്ല്, 2 ഷെല്ല് വരച്ചാണ്. ഇവിടെ ഇപ്പം നമ്മൾ 3 ഷെല്ലാണ്, കെ ഷെല്ല്, എൽ ഷെല്ല്, എം ഷെല്ല്. ഇവിടെ നമുക്ക് 2 ഷെല്ല് മതിയാവും. അപ്പോൾ പ്രോട്ടോണിൻ്റെ എണ്ണത്തിലെ മാറ്റമില്ല. പ്രോട്ടോൺ 11 തന്നെ. പ്രോട്ടോൺ എണ്ണത്തിൽ മാറ്റമില്ല. ഇവിടുത്തെ അതേ പ്രോട്ടോൺ അവിടെ ന്യൂക്ലിയസിനകത്ത് അതിൽ മാറ്റമില്ല. പക്ഷേ ഇലക്ട്രോൺ 1 കുറഞ്ഞു. ഇവർ രണ്ടുപേരും തമ്മിൽ സംയോജിച്ചപ്പോഴേ ബന്ധനത്തിൽ ഏർപ്പെട്ടപ്പോൾ 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തുക, ക്ലോറിന് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ഷെല്ലിൽ 2 അടയാളപ്പെടുത്തണം, രണ്ടാമത്തെ ഷെല്ലിൽ 8 അടയാളപ്പെടുത്തണം. 3 4 5 6 7 8 ഇലക്ട്രോണാണ്. 1 ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോൾ പോസിറ്റീവ് അയോണായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇതിനെ ബ്രാക്കറ്റിലിടണം. ഇവിടെ പോസിറ്റീവ് ആയിട്ട് Na+. സോഡിയം 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി Na+. എന്നിട്ട് അർത്ഥം അതാണ് സോഡിയം Na+, 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി. അപ്പോൾ 1 ഇലക്ട്രോൺ പോകുമ്പോൾ 2 8 ആവും. ഇപ്പോൾ ഇതിന് സ്ഥിരതയായി കഴിഞ്ഞു. അപ്പോൾ സോഡിയം ഈ സോഡിയം വിട്ടുകൊടുത്ത ഇലക്ട്രോൺ ആരാ സ്വീകരിക്കുന്നത്? ക്ലോറിൻ സ്വീകരിക്കും. അപ്പോൾ ക്ലോറിൻ എത്രയാവും? 287 എന്നുള്ളത് 288 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ വരയ്ക്കുമ്പോൾ നോക്ക്, ആദ്യം ന്യൂക്ലിയസ് വരച്ചു, 3 ഷെല്ലും വരയ്ക്കണം, കെ ഷെല്ല് വരയ്ക്കണം, അടുത്ത രണ്ടാമത്തെ ഷെല്ല് വരയ്ക്കണം, അടുത്ത മൂന്നാമത്തെ ഷെല്ലും വരയ്ക്കണം. മൂന്നാമത്തെ ഷെല്ല് ഞാൻ വരച്ചു. ഇനി ഇലക്ട്രോണിന്റെ എണ്ണം ഇവിടെ 17, അവിടെയും പ്രോട്ടോൺ 17 തന്നെ. P = 17, അതിലൊരു മാറ്റവും ഇല്ല. അടുത്ത കെ ഷെല്ല് 2 അടയാളപ്പെടുത്തുക, 2. എൽ ഷെല്ലിൽ 8 അടയാളപ്പെടുത്തുക, 3 4 5 6 7 8. അടുത്ത ഷെല്ലിൽ 7 അല്ല, കാരണം സോഡിയത്തിന്റെ 1 ഇലക്ട്രോൺ ക്ലോറിൻ സ്വീകരിക്കുമ്പോൾ 288 ആവും. അപ്പോൾ സ്ഥിരതയായി കഴിഞ്ഞു. അപ്പോൾ 8 എണ്ണം അടയാളപ്പെടുത്തുക, 3 4 5 6 7 8. ഇതും ബ്രാക്കറ്റ് കൊടുക്കുക, മൈനസ് ഇടുക. 1 ഇലക്ട്രോൺ സ്വീകരിച്ച് മൈനസ് ആയിട്ട് മാറി, മൈനസ് അയോൺ ആയിട്ട് മാറി. അപ്പോൾ സിമ്പിൾ ഇങ്ങനെയാണ്, Cl-. ഇതാണ് ബോർ മോഡൽ.
അപ്പോൾ ബോർ മോഡൽ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഇതേപോലെ ഭംഗിയായിട്ട് കിടപ്പുണ്ട്. പടം വരച്ച് പ്രാക്ടീസ് ചെയ്യണം. ഇത് ഈ ക്ലാസ് കാണുന്ന എല്ലാവരും. ഞാൻ ആദ്യം വരച്ചിരിക്കുന്നത് സോഡിയത്തിൻ്റെ ബോർ മോഡലാണ്. രണ്ടാമത് വരച്ചിരിക്കുന്നത് ക്ലോറിൻ്റെ ബോർ മോഡലാണ്. ഇതിനകത്ത് ന്യൂട്രോണിൻ്റെ എണ്ണം മാത്രമേ ഞാൻ എഴുതാതുള്ളൂ. അത് എഴുതാത്തതിന് കാരണം അറ്റോമിക് മാസ് പുസ്തകത്തിൽ അവിടെ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. അറ്റോമിക് മാസ് ഇങ്ങനെയാണ്. സോഡിയത്തിന് ഇവിടെ അറ്റോമിക് മാസ് 23. അങ്ങനെ വരുമ്പോൾ ന്യൂട്രോൺ 12 കൂടെ വരും. ഇവിടെ ന്യൂട്രോൺ 18 വരും. 35 ക്ലോറിൻ്റെ അറ്റോമിക് മാസ്. അത് 35 വരും. അത് ഞാൻ ന്യൂട്രോണിൻ്റെ എണ്ണം എഴുതിയില്ല. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിലുള്ളതുപോലെ ഈ പടം വരയ്ക്കുക. ഇനി ഇവിടെ എങ്ങനെയാണ് ബന്ധനത്തിൽ ഏർപ്പെട്ടെ? സോഡിയത്തിൻ്റെ ഏറ്റവും പുറത്തെ ഷെല്ലിൽ 1 ഇലക്ട്രോൺ ആർക്ക് കൊടുത്തു? ക്ലോറിന് കൊടുത്തു. അപ്പോൾ സോഡിയം 1 ഇലക്ട്രോൺ വിട്ടപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു? 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയപ്പോൾ സോഡിയം അയോണായി മാറി. പോസിറ്റീവ് അയോൺ. എന്താണ് അയോൺ? ദി ചാർജ്ഡ് ആറ്റംസ് ആർ കാൾഡ് അയോൺസ്. ചാർജുള്ള ആറ്റങ്ങളെ വിളിക്കുന്ന പേരാണ് അയോൺ. അയോൺ. അപ്പോൾ Na എന്നുള്ളത് Na+ ആയി. ഇത് Na, അത് Na+ ആയി. അടുത്ത Cl ക്ലോറിൻ, അത് Cl- ആയി. ക്ലോറൈഡ് അയോൺ ആയി. അപ്പം Na എന്തായി? Na+ ആയി. Cl ആയി. ഇതെങ്ങനെ മൈനസ് ആയതും പ്ലസ് ആയതും ഓർമ്മ വേണം. സോഡിയം 1 ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തിയപ്പോൾ Na+ ആയി. ഇനി ഈ നഷ്ടപ്പെടുത്തിയ ഇത് നഷ്ടപ്പെടുത്തുന്ന സോഡിയം 1 ഇലക്ട്രോൺ വിട്ടുകൊടുക്കുകയാണ്. ഇലക്ട്രോൺ നഷ്ടപ്പെടുകയാണ്. ക്ലോറിൻ ഈ നഷ്ടപ്പെട്ട 1 ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിച്ചു. ഇനി 2 പേർക്ക് നോക്ക് സ്ഥിരതയായ നോക്കുക. 2 പേർക്ക് സ്റ്റെബിലിറ്റി ആയി നോക്കുക. ഇവിടെയും 2,8, ഇവിടെയും 2,8,8 കണ്ടോ? 2 പേര് ഹാപ്പി. 2 പേർക്ക് സന്തോഷം. സോഡിയം 1 ഇലക്ട്രോൺ ക്ലോറിന് വിട്ടുകൊടുത്തപ്പോൾ സോഡിയം സ്റ്റെബിലിറ്റി പ്രാപിച്ചു. 2,8 ആയി. ക്ലോർ നോക്കൂ, 2,8,7 ആയിരുന്നുള്ളത് 2,8,8 ആയി. 2 പേരും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആക്കി കഴിഞ്ഞു. 2 പേര് ഹാപ്പിയാണ്. അങ്ങനെ 2 ആറ്റവും കൂടെ ചേർന്ന് സോഡിയം ക്ലോറൈഡ് എന്ന ഒരു സംയുക്തമായിട്ടങ്ങ് മാറുക. സോഡിയം ആറ്റം ക്ലോറിൻ ആറ്റവുമായി ചേർന്നപ്പോൾ എന്ത് കിട്ടി നമുക്കൂടെ? സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തമായിട്ട് മാറി. NaCl. ക്രിയാശേഷി കൂടിയ പോസിറ്റീവ് അയോണായ സോഡിയത്തിൻ്റെ ക്രിയാശേഷി വളരെ കൂടുതലാണ്. ലോഹങ്ങളിൽ വെച്ച് ഏറ്റവും ക്രിയാശേഷി കൂടിയ ലോഹങ്ങളിൽ ഒരാളാണ്. മൂലകങ്ങളിൽ ലോഹങ്ങളിൽ ഒരാളാണ്. അതുപോലെ ക്ലോറിൻ ക്രിയാശേഷി കൂടിയ ഒരു അലോഹമാണ്. അപ്പോൾ ഇവിടെ ഒരാൾ നോക്ക് ഇലക്ട്രോൺ വിട്ടുകൊടുത്ത് പോസിറ്റീവായി, ഒരാൾ നെഗറ്റീവ്. ഇങ്ങനെ അയോൺസുകളാണ് ഇവിടെ തമ്മിൽ ചേരുന്നത്. എന്ന് പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ എന്താ സംഭവിച്ചത്? ഇലക്ട്രോൺ ട്രാൻസ്ഫറാണ്. ഇലക്ട്രോൺ കൈമാറ്റമാണ് സംഭവിച്ചത്. സോഡിയം ഇലക്ട്രോൺ ക്ലോറിന് കൈമാറ്റം ചെയ്തു. ക്ലോറിന് ഈ സോഡിയം വിട്ടുകൊടുത്തത് ക്ലോറിന് സ്വീകരിച്ചു. ഇലക്ട്രോൺ ട്രാൻസ്ഫറാണ്. മലയാളത്തിൽ കൈമാറ്റം. പരീക്ഷയ്ക്ക് ചോദിക്കും. ഇങ്ങനെ ഇലക്ട്രോണുകളുടെ ആ ട്രാൻസ്ഫർ, അയോണുകൾ തമ്മിൽ ചേരുക. ഇങ്ങനെ അയോണുകൾ തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാകുന്ന ഈ ബന്ധനത്തിനെ വിളിക്കുന്ന പേരാണ് അയോണിക ബന്ധനം. ഇംഗ്ലീഷിൽ അയോണിക് ബോണ്ട്. അയോണിക ബന്ധനം. അയോണുകൾ തമ്മിൽ ചേരുക. ഇവിടെ ആരൊക്കെ ഏതൊക്കെ അയോണുകൾ തമ്മിൽ ചേർന്നു? സോഡിയം അയോണും ക്ലോറൈഡ് അയോണും തമ്മിൽ ചേർന്നപ്പോൾ ഇവിടെ എന്ത് കിട്ടി? സോഡിയം ക്ലോറൈഡ് എന്ന സംയുക്തം കിട്ടി നമുക്ക്. ഇതിന് നമുക്ക് നിങ്ങളുടെ പുസ്തകത്തിൽ ഡോട്ട് ഡയഗ്രത്തിലൂടെ ചിത്രീകരിക്കാം. അതായത് ഡോട്ട് ഇട്ട് ഇലക്ട്രോൺ നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം പുസ്തകത്തിൽ ഡോട്ട് ഇട്ട് നിങ്ങൾക്ക് അത് ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന ഒരു സയൻറ്റിസ്റ്റാണ് കണ്ടുപിടിച്ചത്. നമ്മളിങ്ങനെ ഫുള്ളായിട്ട് വരച്ച് കഷ്ടപ്പെടാതെ ഇലക്ട്രോണുകൾ ഇങ്ങനെ വരയ്ക്കുന്നതിന് പകരം അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോണിനെ മാത്രം ഡോട്ട് ഇട്ട് കൊടുത്ത് അതിൻ്റെ ചിത്രം ചിത്രീകരിച്ചത് കണ്ടുപിടിച്ച ആളിൻ്റെ പേര് ഗിൽബർട്ട് എൻ ലൂയിസ്. ഗിൽബർട്ട് എൻ ലൂയിസ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല് മാത്രം മതി. കാരണം എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ ആണ് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്. ഇപ്പൊ നമ്മളിവിടെ 3 ഷെല്ലുണ്ട്. ഒന്നാമത്തെ രണ്ടാമത്തെ ഷെല്ലിലെ ഇലക്ട്രോൺ പങ്കെടുക്കില്ല. ഇവിടെ അങ്ങനെയല്ലേ? 1, 2 ഷെല്ലിലെ പങ്കെടുക്കില്ല. എപ്പോഴും രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നത്, രാസബന്ധനത്തിൽ ഏർപ്പെടുന്നത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിലെ ഇലക്ട്രോൺ മാത്രമാണ്. ഏറ്റവും പുറത്തെ ഷെല്ല്. അതുകൊണ്ടാണ് ആ ഷെല്ലിലെ ഇലക്ട്രോണിനെ ഡോട്ട് ഇട്ട് കൊടുത്ത് ഗിൽബർട്ട് എൻ ലൂയിസ് ചിത്രീകരിച്ചു. ഞാൻ അതുകൂടെ വരച്ചിട്ട് തരാം. അപ്പം നമുക്ക് അത് ഇവിടെ എങ്ങനെയാണെന്ന് പറഞ്ഞു. ഇപ്പം നമ്മളിവിടെ സോഡിയത്തിൻ്റെ സിമ്പിൾ വളരെ സിമ്പിളാണ്. സോഡിയത്തിൻ്റെ സിമ്പിൾ കൊടുക്കുക, പ്രതീകം കൊടുത്തു. ഔട്ടർ മോസ്റ്റിൽ എത്രയാണ് ഉള്ളത്? 1. അപ്പോൾ 1 കുത്ത് കൊടുക്കുക.
ഒരു 1 ഡോട്ട് പ്ലസ്. തീർന്നു. നമ്മൾ എന്തിനാ ഇങ്ങനെ കണ്ട് ബോർ മോഡലിൽ വരയ്ക്കുന്നത്? ബോർ മോഡൽ വേണ്ട. ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെന്നാണ് അർത്ഥം. ഇതിൻ്റെ അർത്ഥം. ഈ ക്ലോറിൻ്റെ ഔട്ടർ മോസ്റ്റിൽ എത്രയുള്ളത്? 7. അപ്പോൾ 7 കുത്ത് കൊടുക്കണം. 1 2 3 4 5 6 7. 7 എണ്ണം നമ്മൾ കൊടുത്തു. ഇതിൻ്റെ അർത്ഥം 281. ഇത് 287. ഇവിടെ എന്താ സംഭവിക്കുന്നത്? നല്ല രസമാണ്. ഈ ഒരു ഇലക്ട്രോൺ അങ്ങ് കൊടുക്കുക. ഈ ഒരു ഇലക്ട്രോൺ ഇവ അങ്ങ് സ്വീകരിക്കും. അപ്പം നമുക്ക് ഇപ്പുറത്ത് ഇത് നമ്മൾ വരയ്ക്കുമ്പോൾ ഇതാ ഒരു ഇലക്ട്രോൺ ഈ ബ്രാക്കറ്റ് കൊടുക്കുക. പ്ലസ് കുത്തൊന്നും വേണ്ട, പ്ലസ് ഇട്ട് കൊടുക്കുക. അപ്പം ഇതിൻ്റെ അർത്ഥം 28 കണ്ടോ? 281 എന്നുള്ളത് 28 ആണ്. ഓക്കെ. അടുത്ത് നമ്മൾ ഈ ക്ലോറിൻ ഈ ഒന്ന് ഇഞ്ഞ് വന്നു കഴിഞ്ഞു. അപ്പോൾ 7/8. പക്ഷെ അവിടെ നമ്മൾ എങ്ങനത്തെ ചെയ്യണം നോക്ക്. Cl ഇങ്ങനെ കൊടുത്തിട്ട് 7 കുത്തിന് പകരം 8 എണ്ണം കൊടുക്കണം. ഈ ഒന്നുകൂടെ വരുമ്പോൾ 8 ആവും. അപ്പോൾ 2 4 6 8 വരിക. അതിനെ ബ്രാക്കറ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുക ചെയ്ത്. അപ്പോൾ മൈനസ്. അപ്പോൾ ഒന്ന് സ്വീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ 288. ഇതാണ് ഡോട്ട് ഡയഗ്രാം. അങ്ങനെ Na പ്ലസും Cl മൈനസും കൂടെ ചേർന്ന് എന്താ കിട്ടുക? NaCl. ഇതാണ് നിങ്ങളെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. പരീക്ഷയ്ക്ക് ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ സോഡിയം ക്ലോറൈഡിൻ്റെ ഡോട്ട് ഡയഗ്രാം വരയ്ക്കാൻ പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇതാണ് ഏറ്റവും പ്രധാനം. ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് നമ്മൾ നേരത്തെ പഠിച്ച രീതി അനുസരിച്ച് ബോർ മോഡൽ കറക്റ്റാണ്. പക്ഷെ ഇത് നോക്ക്, എന്ത് സിമ്പിൾ നോക്ക്. ഏറ്റവും പുറത്ത് 1 സോഡിയം, ക്ലോറിൻ്റെ ഏറ്റവും പുറത്ത് 7. ഒരു ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുന്നു. ഒരു നഷ്ടപ്പെടുക. അതാണ് Na ഇട്ടിട്ട് ബ്രാക്കറ്റ് ഇട്ടിട്ട് പ്ലസ് സോഡിയം അയോൺ Na പ്ലസ് ഒരു ഇലക്ട്രോൺ നഷ്ടപ്പെടുത്തി. 281 എന്നുള്ളത് 28 ആയി. ഇനി ഈ ഒരു ഇലക്ട്രോണിനെ ക്ലോറിൻ സ്വീകരിച്ചു. അപ്പോൾ ഇവിടെ 8 ഇലക്ട്രോൺ അടയാളപ്പെടുത്തണം. അപ്പോൾ നോക്ക്, ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുക 288 കണ്ടോ? 2 പേർക്കും 8 ആയി. ഏറ്റവും പുറത്തെ ഷെല്ലിൽ 8 ആയി. അപ്പോൾ 2 പേരും സ്റ്റെബിലിറ്റി പ്രാപിച്ചു കഴിഞ്ഞു. 2 പേരും കൂടെ സംയോജിച്ച് എന്തായിട്ട് മാറി? സോഡിയം ക്ലോറൈഡ് എന്ന കോമ്പൗണ്ടായി മാറി. സോഡിയം ക്ലോറൈഡ് സംയുക്തമായി മാറി. ഇതാണ് നിങ്ങളുടെ പുസ്തകത്തിലെ ഒരു എക്സാമ്പിൾ. ഇതുപോലെ ധാരാളം എക്സാമ്പിൾ കിടപ്പുണ്ട്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഇനി നമുക്ക് ബാക്കി എക്സാമ്പിൾ പഠിച്ച് മുമ്പോട്ട് പോകാം. ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഭംഗിയായിട്ട് എക്സാമ്പിൾ വരച്ച് എഴുതിയൊക്കെ പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.